നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ടുള്ള കേരള പോലീസ് ആക്റ്റാണ്. നമ്മളെല്ലാവരും തന്നെ പോലീസ് സർവീസിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ എന്ന നിലയിലാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ആക്ട് 2021 അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കേരള പോലീസ് ആക്ടിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. കേരള പോലീസ് ആക്ട് 2021 പറയുന്നത് മറ്റൊന്നുമല്ല, അതായത് നിയന്ത്രണം, അധികാരം, കർത്തവ്യങ്ങൾ എന്നിവ ക്രോഡീകരിച്ചിരിക്കുന്ന നിയമം. എന്തിൻ്റെ നിയന്ത്രണമാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള നിയന്ത്രണത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, കർത്തവ്യങ്ങളെക്കുറിച്ചൊക്കെ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു നിയമമാണ് കേരള പോലീസ് ആക്ട് 2021 എന്ന് പറയുന്നത്. ഇത് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാവോ? അത് ജനുവരി മാസം 31, 2011 2011 ജനുവരി മാസം 31 കേരള പോലീസ് ആക്ട് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. പ്രധാനപ്പെട്ട വകുപ്പുകൾ, കേരള പോലീസ് ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് എന്താണ്? സെക്ഷൻ 1 എന്താണ് പറയുന്നത്? ഷോർട്ട് ടൈറ്റിലാണ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിലാണ്. ഷോർട്ട് ടൈറ്റിൽ എന്താണ്? എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്, അതായത് ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം എന്നിവയാണ് സെക്ഷൻ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേരള സംസ്ഥാനം മുഴുവനും വ്യാപകമായിട്ടുണ്ടാവും അല്ലേ. ഇത് കേരള സംസ്ഥാനം മുഴുവനും വ്യാപകമാകുന്ന ഒന്നാണ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ് എന്നിവയാണ് ഒന്നാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേരള സംസ്ഥാനം മുഴുവനും വ്യാപകമാകുന്ന ഒന്നാണ്. ഇനി നമ്മൾ സെക്ഷൻ 3 നോക്കുന്നത് അല്ലേ. സെക്ഷൻ 3 നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 3 എന്താണ് നോക്കാൻ പോകുന്നത്? ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ആണ് അല്ലേ. പോലീസിൻ്റെ ജനറൽ ഡ്യൂട്ടീസ്, പോലീസിൻ്റെ പൊതുവായിട്ടുള്ള ഡ്യൂട്ടികൾ, ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പോലീസിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 പോലീസിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ. 2 സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 3 ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ്, പോലീസിൻ്റെ കർത്തവ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി സെക്ഷൻ 4 കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് സെക്ഷൻ 4? സെക്ഷൻ 4 ഫങ്ഷൻസ് ഓഫ് ദ പോലീസ് ആണ് അല്ലെ. ഫങ്ഷൻസ് ഓഫ് ദ പോലീസ്, പോലീസിൻ്റെ പ്രവർത്തനം എപ്രകാരമായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ദ പോലീസ്. പോലീസിൻ്റെ ഫങ്ഷൻസ് എപ്രകാരമായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നു. അതാണ് സെക്ഷൻ 4 അല്ലേ. ഫങ്ഷൻസ് ഓഫ് ദ പോലീസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് പക്ഷഭേദം അല്ലെ, പക്ഷപാതമോ പക്ഷഭേദമോ കൂടാതെ എന്ത് ചെയ്യുക? നിയമങ്ങൾ നടപ്പിലാക്കുക. പക്ഷപാതം, പക്ഷഭേദം എന്നിവ കൂടാതെ നിയമങ്ങൾ നടപ്പിലാക്കുക പോലീസിൻ്റെ ചുമതലയാണ്. പിന്നെയോ ജീവൻ, പൊതുജനങ്ങളുടെ ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കേണ്ടുന്ന ചുമതല ഇവർക്കാണ്. അതും പോലീസിനാണുള്ളത്. ജീവൻ, പൊതുജനങ്ങളുടെ ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയും ആർക്കാണ്? പോലീസിനാണ് ഉള്ളത്. പിന്നെയോ ആഭ്യന്തര സുരക്ഷ കാത്തുസൂക്ഷിക്കണം അല്ലെ. ആഭ്യന്തര സുരക്ഷ കാത്തുസൂക്ഷിക്കണം. തീവ്രവാദം, വർഗീയ അക്രമം, ആഭ്യന്തര കലാപം എന്നീ കാര്യങ്ങളിൽ ജാഗ്രതയും പാലിക്കണം അല്ലെ. ആഭ്യന്തര സുരക്ഷ കാത്തുസൂക്ഷിക്കുക, തീവ്രവാദം, വർഗീയ അക്രമം, ആഭ്യന്തര കലാപം എന്നീ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതും ആരാണ്? പോലീസിൻ്റെ കടമയാണ്. പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുക, പൊതുസമാധാനം നിലനിർത്തുക. അപ്പോൾ പൊതുസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും പൊതുസമാധാനം നിലനിർത്തുകയും ചെയ്യുക എന്നത് ആരുടെ കടമയാണ്? പോലീസിൻ്റെ കടമയാണ്. പിന്നെയോ അപായങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്ന ബാധ്യതയും കൂടി ആർക്കുണ്ട്? പോലീസിനുണ്ട് അല്ലെ. അപായങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുന്ന ബാധ്യതയും ഇവർക്കുണ്ട്. പിന്നെ റോഡ്, റെയിൽവേ, പാലങ്ങൾ, മർമ്മപ്രധാനമായിട്ടുള്ള നിർമ്മിതികൾ, സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങൾ എന്നിവയെല്ലാം എന്ത് ചെയ്യുക? പൊതുസ്വത്തുക്കളായിട്ട് കണ്ടുകൊണ്ട് സംരക്ഷിക്കുക. അതായത് റോഡ്, റെയിൽവേ, പാലങ്ങൾ, മർമ്മപ്രധാനമായിട്ടുള്ള നിർമ്മിതികൾ, പൊതുസ്വത്തുക്കൾ മുതലായവയ്ക്ക് എന്ത് ചെയ്യുക? സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയും ആർക്കാണ്? പോലീസിനാണ് ഉള്ളത് അല്ലേ. പിന്നെ നോക്കിയാലോ, നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളെ തടയേണ്ടതുണ്ട്. അതായത് തങ്ങൾക്കുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളെ തടയേണ്ടുന്ന ബാധ്യതയും ഇവർക്കുണ്ട്. പിന്നെയോ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് അല്ലെ. അന്വേഷണം നടത്തണം, എന്നിട്ടോ കുറ്റവാളികളെ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കേണ്ടുന്ന ബാധ്യതയും ഇവർക്കുണ്ട്. ഇനി എന്താണ് വേണ്ടത്? പൊതുസ്ഥലങ്ങളിൽ ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യണം അല്ലെ. പൊതുസ്ഥലങ്ങളിൽ ട്രാഫിക്കിൻ്റെ നിയന്ത്രണം, ക്രമീകരണം എന്നിവ ഇവിടെ അനിവാര്യമാണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്ന ബാധ്യതയും കൂടി പോലീസിന് ഉണ്ട്. പിന്നെയോ കുറ്റകൃത്യമായി മാറാൻ സാധ്യതയുള്ള തർക്കം,
സംഘർഷം എന്നിവ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം അല്ലേ. കുറ്റകൃത്യമായി മാറാൻ സാധ്യതയുള്ള തർക്കവും സംഘർഷവും ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടുന്ന ബാധ്യതയും ഡ്യൂട്ടിമാർക്ക് തന്നെയാണ്, പോലീസിന് തന്നെയാണ്. ദുരന്തം അല്ലേ, ആഭ്യന്തര അപകടങ്ങൾ, അതേപോലെ തന്നെ എന്തായിരിക്കാം അത്യാഹിതങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്നതും പോലീസിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. അതായത് പ്രകൃതി ദുരന്തമാവട്ടെ, മനുഷ്യനിർമ്മിത ദുരന്തമാവട്ടെ, ദുരന്തങ്ങൾ എന്തുണ്ടായാലും അത് പൊതുജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും സാരമായി ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ പോലീസിൻ്റെ പ്രവർത്തനത്തിനും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണം അല്ലേ. പോലീസിൻ്റെ പ്രവർത്തനത്തിന് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതും ആരുടെ കടമയാണ്? പോലീസിൻ്റെ കടമയാണ് അല്ലേ. പിന്നെയോ കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. പോലീസിൻ്റെ കസ്റ്റഡിയിൽ പിടിച്ചെടുക്കുന്ന ആളുകൾക്ക് നിയമാനുസൃതം ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം ഉറപ്പുവരുത്തേണ്ടുന്ന ചുമതലയുമാർക്കാണ്? പോലീസിനാണ് ഉള്ളത്. പിന്നെയോ യോഗ്യമായ അധികാര സ്ഥാനങ്ങളെയും മേലുദ്യോഗസ്ഥരെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുക എന്നതും പോലീസിൻ്റെ ബാധ്യതയാണ് അല്ലേ. യോഗ്യമായ അധികാര സ്ഥാനങ്ങളെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ബാധ്യതയും ആർക്കാണ്? പോലീസിനാണ് ഉള്ളത്. പിന്നെയോ സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കണം, അത് നിലനിർത്തണം അല്ല. സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ബാധ്യതയും പോലീസിന് ഉണ്ട്. പിന്നെയോ ജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്ന ചുമതലയും പോലീസിൻ്റെതാണ് അല്ലേ. ജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തേണ്ടുന്ന ചുമതലയും പോലീസിൻ്റെതാണ്. പൊതുസ്ഥലം, തെരുവ് എന്നിവിടെയുള്ള നിസ്സഹായരായ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണ സുരക്ഷ എന്നിവ പോലീസാണ് ഉറപ്പുവരുത്തേണ്ടുന്നത്. ഇപ്പോൾ പൊതുസ്ഥലങ്ങൾ, തെരുവ് എന്നിവിടെയുള്ള നിസ്സഹായരായ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തേണ്ടുന്ന ചുമതല സ്ത്രീകൾക്കാണ് ഉള്ളത്. സ്ത്രീകൾക്കല്ല, പോലീസിനാണ് ഉള്ളത് അല്ലേ. പിന്നെയോ തത്സമയത്ത് നിലവിൽ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ, അതിപ്പോൾ നിലവിലൊരു നിയമം വന്നു, അപ്പോൾ ആ നിയമം ഉടനടി നടപ്പിലാക്കേണ്ടുന്ന ബാധ്യത ആർക്കാണുള്ളത്? പോലീസിന് തന്നെയാണ് ഉള്ളത് എന്നോർത്തേക്കുക. സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റു ചുമതലകളും കൂടി നിർവഹിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? പോലീസിനുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ സർക്കാർ ഏൽപ്പിക്കുന്ന കടമകൾ നിർവഹിക്കുക എന്ന ചുമതലയും പോലീസിനുണ്ട്. നമ്മളിപ്പോൾ നോക്കിയത് പോലീസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് കേരള പോലീസ് ആക്ട് 2021 നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.